ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഹാപ്പി നവരാത്രി. അപ്പം നവരാത്രി ദിവസങ്ങളൊക്കെയാണല്ലേ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിലും അതേപോലെ മൂന്നാമത്തെ ദിവസത്തെ നവരാത്രിയുടെ ദിവസം എങ്ങനെയാണെന്നുള്ളൊരു ഡേ ഇൻ അവർ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത്. അതായത് എൻ്റെയും ശമ്പൂട്ടിയുടെയും ഡേയ്സ് ആ ഒരു ദിവസം എങ്ങനെയാണ് പോയതെന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ കണ്ടിന്യൂസ്ലി 3 ദിവസമായിട്ട് നമ്മൾ ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് പോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പം പറഞ്ഞതുപോലെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ വിളക്കെല്ലാം കഴുകി ഉണക്കിയൊക്കെ വെച്ചിരുന്നു. പക്ഷേ കുഞ്ഞ് വരുന്നിടം വരെ ഞാനൊന്ന് കാത്തു നിന്നതാണ്. ആ ഒരു സമയത്തിലേക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഹാഫ് ഡേ ആണ്, ജസ്റ്റ് 2 മണിക്കൂറത്തേക്കാണ് സ്കൂളിൽ പോകുന്നത്. അപ്പോൾ ഒരു കുഞ്ഞ് സ്നാക്ക് കൊടുത്തു വരണം. അതിന് വേണ്ടിയാണ് കേട്ടോ ഉള്ളിവട ഉണ്ടാക്കിയത്, ഒരു പക്കോട പോലെ. പിന്നെ പതിവ് പോലെ കുളിച്ച് റെഡിയായി നമ്മൾ വിളക്കൊക്കെ വെച്ചു, പ്രാർത്ഥിച്ചു, നാമം ജപിച്ചു. അപ്പോൾ മൂന്നാമത്തെ ദിവസം നമ്മൾ റോയൽ ബ്ലൂ കളറാണ് ഡ്രസ്സിൻ്റെ കളർ കോഡ് വന്നിരിക്കുന്നത്. അതേപോലെ ശമ്പൂട്ടിന് ബുധനാഴ്ച അവരുടെ ഹൗസ് ഡ്രസ്സ് ബ്ലൂ ആയതുകൊണ്ട് കറക്റ്റ് അത് വരികയും ചെയ്തു. പിന്നെ മാതാ ദേവി ചന്ദ്രകണ്ഠയാണ് കേട്ടോ ഇന്നത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മൾ ദീപം കൊണ്ടും ധൂപം കൊണ്ടുമാണ് ആരതി ഒഴിയുന്നത്. അപ്പം ചന്ദനത്തിരി ആരതി ഒഴിയാൻ വേണ്ടി കൊടുക്കുമ്പം അവൻ എന്നെ തന്നെ ഒഴിയുകയാണ് കേട്ടോ. അപ്പോൾ അവൻ കണ്ടുപിടിച്ച കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ അങ്ങനെ പ്രാർത്ഥിക്കുമ്പം കുറേ പ്രാവശ്യം ലക്ഷ്മി ലക്ഷ്മി എന്ന് പറയുന്നില്ലേ. അപ്പം അമ്മ തന്നെയാണ് തമ്പാച്ചി എന്നുള്ള രീതിയിലാണ് കേട്ടോ അവൻ പറയുന്നത്. അപ്പോൾ മേൽ പറഞ്ഞതുപോലെ തന്നെ അവൻ്റെയും അതേപോലെ 2 ഫ്രണ്ട്സിൻ്റെ അമ്മമാരുടെ പേര് ലക്ഷ്മി എന്നാണ്. അപ്പോൾ 3 ലക്ഷ്മി ദേവിമാരുണ്ട് ഇവിടെ നിന്നാണ് കേട്ടോ അവൻ പറയുന്നത്. അപ്പോൾ ശരി, അങ്ങനെ നമ്മൾ ഇതാ രാവിലത്തെ തയ്യാറെടുപ്പുകളൊക്കെ കഴിഞ്ഞു. ID കാർഡൊക്കെ കറക്റ്റ് അങ്ങ് ചിലപ്പം ആ കർട്ടൻ്റെ പിന്നിൽ കിടക്കുന്നതുകൊണ്ട് ചിലപ്പം മറന്നു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് മിക്കവാറും ഞാൻ തന്നെ അത് ഓർമ്മിപ്പിക്കും. കാരണം അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും അവൻ ചെയ്തു എന്ന്, അവൻ ചിലപ്പോൾ അങ്ങ് മറന്നു പോയാലോ എന്ന് പേടിച്ചിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ബസ് പാസും കാര്യങ്ങളും ഒക്കെ ബാഗിൽ തന്നെയാണ് വെക്കുന്നത്. അതിന് ശേഷം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്നുള്ള പരിപാടി തന്നെയാണ്. അപ്പോൾ ഇന്ന് അവന് ഹെവി ആയിട്ടൊന്നും വേണ്ട എന്നിങ്ങനെ പറഞ്ഞു. കാരണം അവനെ ഞാൻ ഒരിക്കലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർബന്ധിക്കില്ല. കാരണം ഇതല്ലേ ആ ഒരു വെളുപ്പിന് സമയമല്ലേ, 6:30-7 മണി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പം പക്ഷേ ഇന്ന് ഉള്ളിവട ആയതുകൊണ്ട് അവൻ കഴിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ വല്ലപ്പോഴുമാണ് എണ്ണക്കടികൾ അധികം ഉണ്ടാക്കി എടുക്കാറില്ല ഞാനും. വല്ലപ്പോഴും 4 മണിക്ക് ചായക്കോ അങ്ങനെയൊക്കെ ആയാലേ ഉള്ളൂ. ഇല്ലെങ്കിൽ 2 സാധനമാണ് മെയിനായിട്ട് ഇവിടെ എണ്ണക്കടി ഉണ്ടാക്കുന്നത്. ഈ ഉള്ളിവടയും അതേപോലെ നമ്മുടെ പന്നിയാരം. നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിലെടുത്തിട്ട് നമ്മൾ അരിയും ഉഴുന്നും എല്ലാം കൂടെയുള്ള മാവിട്ട് ഇണക്കുന്ന ആ ഒരു വെള്ള പന്നിയാരമില്ലേ, അത്. അപ്പോൾ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങാനുള്ള സമയമായി. 7 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ബസ് വരും. നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാം. ഇന്ന് കണ്ടില്ലേ, സൂര്യൻ വലിയ ഒരു ആവേശമില്ലാതാണ് ജ്വലിച്ച് നിൽക്കുന്നത്. ഒരു മഴയ്ക്കുള്ള സാധ്യതയാണ് കണ്ടുവരുന്നത്. അപ്പോൾ ആ വീട്ടിൽ നിന്ന് വന്ന പാട് നമ്മൾ വീഡിയോയുടെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മുടെ അത്യാവശ്യ പണികളും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്തൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ടോ അതൊക്കെ ചെയ്തു വെച്ചു. അതിന് ശേഷം നമുക്ക് ലഞ്ച് ഉണ്ടാക്കാം. കാരണം ഒരു 11 മണിയാകുമ്പോഴത്തേന് ശമ്പൂട്ടൻ എത്തും. അപ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും പണി തീർത്ത് വെക്കാം എന്നുള്ള ഇതിൽ ഞാൻ വിചാരിച്ചു ഇന്നൊരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെക്കാമെന്ന്. വെണ്ടയ്ക്ക അരിയുമ്പോൾ ഇങ്ങനെ ഒരു സൈഡ് ചരിച്ച് ഇച്ചിരി ഒന്ന് സൈഡ് ചരിച്ചാൽ കുറച്ചും കൂടി പെട്ടെന്ന് അത് എന്താണ് ഒരു ടേസ്റ്റ് കൂടുതൽ പോലെ. കാരണം അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ മുരിവൊക്കെ കിട്ടാൻ ഇച്ചിരി നല്ലതാണ് അങ്ങനെ അരിയുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ കീറി അരിയുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടം എനിക്ക്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സവാള ഉള്ളിയും കൂടെ ഇട്ടു. പിന്നെ നമ്മൾ കടായിലേക്ക് നമ്മൾ കടുകെണ്ണയാണ് ഒഴിക്കുന്നത്. കടുകെണ്ണ ഒഴിച്ചത് ചൂടാകുമ്പോഴത്തേക്ക് സവാള ഉള്ളി ഇട്ട് കൊടുക്കാം. കുഞ്ഞുള്ളി ചതച്ചാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് മെഴുക്കുവരട്ടിലൊക്കെ ഉള്ളി കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ്. പിന്നെ അതങ്ങോട്ട് ഇച്ചിരി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഈ വെണ്ടയ്ക്ക പൊതുവെ കുറേ പേര് കഴിക്കാത്തവരുണ്ട് കേട്ടോ. എൻ്റെ ഫ്രണ്ട്സിൻ്റെ തന്നെ മക്കൾ കഴിക്കാത്തവരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ, ചിലപ്പോൾ ഇഷ്ടപ്പെടും. അപ്പോൾ വെണ്ടയ്ക്ക ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി അല്ലെങ്കിൽ നമ്മൾ വറ്റൽ മുളക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ, അതിട്ട് കൊടുത്താലും നല്ലതാണ്. അപ്പോൾ അത് ഇങ്ങനെ വരുന്നൊരു സിറ്റുവേഷന് നമുക്ക് മനസ്സിലാവും നന്നായിട്ട് ഇങ്ങനെ നൂല് പോലെ വരുന്ന കണ്ടോ. അതൊന്ന് മാറാൻ നമ്മുടെ ഒരു കുഞ്ഞ് ട്രിക്ക് പ്രയോഗിച്ചാൽ മതി. ഇതാ ഒരു നാരങ്ങയുടെ കുഞ്ഞ് കഷ്ണം എടുത്ത് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ ആ ഒരു എന്താണ്
ഈ വല വലിയുന്ന ആ ഒരു രൂപം അങ്ങ് നിൽക്കുകയും ചെയ്യും. എന്നാൽ കരിയുന്നിടം വരെ മുരിച്ചെടുക്കുകയും വേണ്ട. ശരിക്കും വെണ്ടയ്ക്ക നന്നായിട്ട് എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കുന്നതാണ് ടേസ്റ്റ്. പക്ഷേ നമ്മൾ നമ്മുടെ ആരോഗ്യവും ഹെൽത്തും എല്ലാം നോക്കണമല്ലോ. ഇതിട്ടിങ്ങനെ ഇളക്കി കഴിയുമ്പോഴത്തേന് പൊതുവേ ഇതെല്ലാം കൂടെ കുഴഞ്ഞ് വെന്ത് ഇങ്ങനെ അളിഞ്ഞിരിക്കും. അത് ഒരു സുഖം ഉണ്ടാവില്ല. അപ്പം വെണ്ടയ്ക്കൊക്കെ എന്തായാലും ഒരു വഴുവഴുപ്പുണ്ട്. അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നതാണ് ഈ നാരങ്ങ കേട്ടോ. നാരങ്ങ ഒഴിച്ചാൽ നല്ലൊരു മണവും കിട്ടും, നല്ലൊരു ഫ്ലേവറുമാണ്. അതേപോലെ ഈ വെണ്ടയ്ക്കയിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം അങ്ങ് മാറിക്കിട്ടും. കണ്ടോ, ഇപ്പോൾ വെണ്ടയ്ക്ക കുക്കായിട്ടില്ല എന്നിരുന്നാൽ പോലും അതിൻ്റെ ഒരു വഴുവഴുപ്പ് അങ്ങ് മാറി കിട്ടിയില്ലേ, ആ ഒരു വലിയുന്ന ആ ഒരു നൂലങ്ങ് മാറി കിട്ടില്ലേ. ഇനി മെല്ലെ അത് തോർത്തിയിട്ടങ്ങ് മൂപ്പിക്കുക. അത്രയും സമയമാകുമ്പോഴത്തേക്ക് ശമ്പൂട്ടൻ എത്തി. 2 മണിക്കൂറത്തേക്കാണ് കുട്ടി പോയത്, എക്സാം അല്ലേ. അപ്പോൾ വന്നപാടെ വലിയൊരു പണിയിലാണ്. വന്നപാടെ നമ്മുടെ ഒരു നോട്ടീസിൽ വന്നിട്ടുണ്ടായിരുന്നു, കുട്ടികൾക്ക് സ്കൂളിൽ നിന്നൊരു നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഇവിടെ ഒരു ചെറിയ പരിപാടി നവരാത്രിയുടെ ഭാഗമായിട്ട് സേവ് എർത്ത് എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ 1ാം ക്ലാസ് തൊട്ട് 3ാം ക്ലാസ് വരെ ഉള്ള കുട്ടികളെ വിടാമെന്ന് പറഞ്ഞത് കേട്ടതനുസരിച്ച് വന്നപാടെ യൂണിഫോം പോലും മാറാതെ ഇരുന്നിട്ട് അവൻ്റെ ഐഡിയയിൽ സേവ് എർത്ത് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അവൻ പറയുന്നത് സേവ് എർത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, മറ്റേ എർത്തും അതിനെ ഹാഫ് മുറിച്ചിട്ട് അതിനകത്തുനിന്ന് പ്ലാന്റ് മുളച്ച് നിൽക്കണം, അല്ലെങ്കിൽ വാട്ടർ ഡ്രോപ്പ് വീഴണം, അങ്ങനെയൊക്കെ. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എല്ലായിടത്തും കാണുന്നതൊക്കെ അല്ലേ, ആ ഒരു ഐഡിയ വെച്ചിട്ട് ശമ്പൂട്ടൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം പ്രോഗ്രാം നമ്മുടെ നവരാത്രിയുടെ ഭാഗമായിട്ടാണ്. ഇന്ന് വന്ന കേട്ടൊരാവേശത്തിൽ ആളങ്ങ് തുടങ്ങി വെച്ചു. എന്നിട്ട് വേഗം കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ചോറ് കഴിക്കാം. ഉച്ചയോണ്ട് വീഡിയോ എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മൾ ഡെയിലി ഷോർട്സ് ആയിട്ട് ഉച്ചയോണ്ട് വീഡിയോ മാക്സിമം ദിവസങ്ങളിൽ ഇടാറുണ്ട്. വളരെ സിമ്പിളായിട്ട് 1 or 2 കറി മാത്രം കൂട്ടിയിട്ടുള്ള ഉച്ചയൂണാണ്, വലിയ ലക്ഷറി ഉച്ചയൂണൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വേപ്പിലക്കട്ടിയും അച്ചാറും പരിപ്പും നെയ്യും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും പപ്പടവും എല്ലാം കൂട്ടിയിട്ട് സിമ്പിളായിട്ടൊരു ഉച്ചയൂണ് കഴിച്ചു. പിന്നെന്താണ്, നമ്മുടെ നോർമൽ ഫുഡൊക്കെ തന്നെയാണ്, നോൺ വെജ് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് മാത്രം. നമ്മൾ അത്രയും സിമ്പിളായിട്ടുള്ളൊരു വ്രതമാണ് നമ്മുടെ ഈ കൊല്ലത്ത്. അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങനെ ഫുഡൊക്കെ അങ്ങനെ കഴിച്ചു. കാലാവസ്ഥ ഒന്ന് ഇച്ചിരി ഭേദപ്പെട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു മഴ മൂടിയ ഒരു അന്തരീക്ഷമാണ്. അങ്ങനെ ഒരു ഇതിൽ നിൽക്കും. നമുക്ക് ഒരു സുഖമില്ലായ്മയാണ് ആ ഒരു മഴ അങ്ങ് വന്നു കഴിഞ്ഞാൽ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാലാവസ്ഥ ചൂടുകാലം തന്നെയാണ്. ഈ മണ്ഡലകാലമൊക്കെ ഇല്ലേ, നമ്മുടെ ഡിസംബർ മാസമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ, ഈ മഴ ആയത് കാരണം വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ ഈ എരമ്പലാണ്. ഇന്ന് മഴ മാറിയ സമയം ഉണ്ടായിട്ടില്ല. ഇതിപ്പം ഏതായാലും അടുത്ത ദിവസമാണല്ലോ, ഞാൻ ഇതിൻ്റെ വൈകുന്നേരം വരെയുള്ള വീഡിയോ ഇന്നലത്തതാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അതായത് നവരാത്രി 3ാം ദിവസം തുടങ്ങിയ മഴ നവരാത്രി 4ാം ദിവസം അവസാനിക്കാറായിട്ടും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ നിൽക്കുന്നു. പിന്നെ അങ്ങനെ നമ്മൾ കുറച്ച് നേരം കളിച്ചു, പഠിച്ചു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പിന്നെയും കുളി കഴിഞ്ഞ് വിളക്കെല്ലാം കൊളുത്തി പ്രാർത്ഥിക്കാൻ വന്നു. പതിവ് പോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ നവരാത്രി ഡേയ്സെല്ലാം നമുക്ക് ഒരുപോലെയാണ് പോകുന്നത്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെ നടക്കുന്നുള്ളൂ. ഒന്നുമില്ലാത്ത മഴ ആയതുകൊണ്ട് പുറത്തുപോലും ഇറങ്ങാൻ പറ്റാത്ത ഡെയിലി സെയിം റൊട്ടീനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ വിളക്കെല്ലാം കൊളുത്തി പ്രാർത്ഥിച്ച് നാമം ജപിച്ച് സുബ്രഹ്മണ്യൻ്റെ അഷ്ടോത്രം ചൊല്ലി അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ കുറച്ച് നേരം നമ്മുടെ ലളിതാ സഹസ്രനാമം ടി വിയിൽ വെച്ച് ഇങ്ങനെ കണ്ടും കേട്ടും ഒക്കെ അങ്ങനെ ഇരിക്കും. ഇന്ന് അറിയാമല്ലോ, ബുധനാഴ്ച ദിവസമാണ്. അപ്പോൾ പിന്നെ നമുക്ക് പച്ചക്കറി വരും. ബുധനും ശനിയാണ് നമുക്ക് സബ്ജിയുടെ വണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് പച്ചക്കറി മേടിക്കാൻ പോകണം. ശമ്പൂട്ടൻ ഇന്ന് എന്തായാലും താഴേക്ക് വരുന്നില്ല പറയുന്നു. കാരണം ഫുള്ള് മഴയാണ്. മഴയായിട്ട് അങ്ങനെ സ്ലിപ്പറി ആയിട്ട് കിടക്കുകയാണ് എല്ലാ സൈഡും. അപ്പം ശമ്പൂട്ടിന് ഇങ്ങനെ ഓർത്തിട്ട് പറയും, ഈ മന്ത്രം കഴിഞ്ഞ് ഇതല്ലേ ഇങ്ങനെയൊക്കെ പറയും കേട്ടോ. അപ്പം അവൻ പഠിച്ചു കഴിയുമ്പോൾ അവരൊരു സന്തോഷമാണ്, അത്രയേ ഉള്ളൂ. അങ്ങനെ അതിനുശേഷം പച്ചക്കറി വണ്ടി വന്നു. ഈ ഒരു ബിൽഡിങ്ങിൽ തന്നെ ഞാൻ മാത്രമേ മേടിക്കുന്നുള്ളൂ. കാരണം പ്രജി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് മാർക്കറ്റിലൊന്നും പോയി മേടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് വേണ്ടി ഈ വണ്ടി ഇവിടെ നിർത്തും കേട്ടോ. അപ്പോൾ പച്ചക്കറി നോക്കൂ, അത്യാവശ്യ സാധനങ്ങളേ ഉള്ളൂ. നമുക്ക് ആവശ്യം വേണ്ട ഉള്ളിയൊന്നും ഇല്ല. കാരണം ഷിപ്പ് വന്നിട്ടില്ല. നമുക്ക് നാട്ടിൽ നിന്ന് ഷിപ്പ് വന്നാലാണ് ഇവിടെ പച്ചക്കറി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഷിപ്പ് വന്നില്ല. ഞാൻ അങ്ങ് പോകുമ്പോഴത്തേക്ക് ശമ്പൂട്ടൻ കതവെല്ലാം പൊട്ടിയിടും. അത് ഞാൻ പറഞ്ഞും കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഞാൻ ഇല്ലാത്തപ്പോൾ കതവ് തുറക്കരുത് എന്നുള്ളത്. അപ്പോൾ പച്ചക്കറി വണ്ടി വന്ന് അങ്ങോട്ട് പച്ചക്കറി വണ്ടി നീങ്ങി പോകുമ്പോഴത്തേക്ക് നല്ല പെരും മഴയായി. മഴ അങ്ങ് കൂടിയിട്ട് പിന്നെ അലക്കിയിട്ടുന്ന തുണിയൊക്കെ എടുക്കാൻ മറന്നുപോയി. കാരണം നാളെ ശമ്പൂട്ടിന് സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകേണ്ട യൂണിഫോമാണേ. അപ്പോൾ ഇങ്ങോട്ടേക്ക് വെള്ളം വീഴാൻ തുടങ്ങുന്നു എന്ന് കാണുമ്പോഴാണ് നമുക്ക് ഓർമ്മ വന്നത്, അയ്യോ എടുത്തില്ലല്ലോ എന്ന്. അപ്പം പോയിട്ട് തുണിയെല്ലാം എടുത്തു. ഇനിയിപ്പം അത് കുറച്ച് നേരം അകത്ത് രാത്രി ഫുള്ള് വിരിച്ചിട്ടാലേ രാവിലേക്ക് ഉണങ്ങുള്ളൂ.
ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ തുണി ഉണങ്ങി കിട്ടാനായിട്ട്. കുഞ്ഞു മക്കളൊക്കെ ആണെങ്കിൽ പിന്നെയും ടെൻഷനാണ്. കാരണം നല്ല ഉണങ്ങി ചൂടോടെ വേണ്ടേ അവരുടേത് വെക്കാൻ. നമ്മൾ പിന്നെ അയൺ ചെയ്താണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പം മഴയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഡിന്നർ ഉണ്ടാക്കാൻ വരും. മഴ കഴിഞ്ഞില്ല, മഴയുടെ ഇടയ്ക്ക് ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് കറണ്ട് പോയി. കറണ്ട് പോകുമ്പോൾ തന്നെ നമ്മൾ എന്ത് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അവിടേക്ക് ശമ്പൂട്ടൻ നമ്മുടെ ലൈറ്റുമായിട്ട് വരും കേട്ടോ. അപ്പം എന്നാൽ പിന്നെ നമ്മുടെ ഡിന്നറിന് വേണ്ടിയിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് കരുതി. കാരണം രാവിലെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ദാൽ ബാക്കിയിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ചപ്പാത്തിയും ദാലും കൂടെ നല്ല കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ അങ്ങനെ അത് കഴിക്കാമെന്ന് കരുതി. അപ്പം കാരണം നമുക്ക് ലെഫ്റ്റ് ഓവർ വന്നിട്ടുണ്ടെങ്കിൽ വെച്ചേക്കാനും പറ്റില്ലല്ലോ. ഇന്നുണ്ടാക്കിയ ഭക്ഷണം നാളെ എടുത്ത് വെച്ച് കഴിക്കാനൊന്നും പറ്റില്ലല്ലോ, വ്രതമല്ലേ. മാത്രമല്ല പരിപ്പൊന്നും അങ്ങനെ കഴിക്കുന്നതും ശരിയല്ലല്ലോ. അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയേക്കാന്ന് കരുതി. ഞാൻ ഇങ്ങോട്ട് നോക്കുന്നത് ശമ്പൂട്ടൻ അവിടെ നിന്ന് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ മഴ തകൃതിയായിട്ട് പെയ്യുന്നുണ്ട്. ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിലും ഉണ്ട്, എൻ്റെ ഇപ്പോഴത്തെ വോയിസ് ഓവറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലും ഉണ്ട്. കാരണം നമ്മൾ ഈ വീഡിയോയിൽ നേരത്തെ കണ്ട മഴയില്ലേ, അത് അണുവിടെ വ്യത്യാസമില്ലാതെ അടുത്ത ദിവസം ഇപ്പോൾ സമയം 5 മണിയായി, ഈ സമയം വരെയും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല പേടിയുണ്ട്, പറയാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ. അമ്മാതിരി പെയ്ത. നമ്മൾ 4th ഫ്ലോറിലാണ്, നമ്മുടെ റൂഫിൻ്റെ മുകളിൽ നല്ല ഷീറ്റാണ്. അതിൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ടാണ്. രാത്രിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഉറക്കം വരികയില്ല പേടിച്ചിട്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. എന്തിനാണ് പേടിക്കുന്നത് എനിക്കറിയില്ല, എന്നാലും പേടിയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പോകുന്നു. പിന്നെ കറണ്ട് വന്നു. പിന്നെ അവനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവന് നമ്മൾ എടുക്കാൻ പാടില്ലാത്ത സാധനങ്ങളൊക്കെ ചില സമയം ശംഭുവിന് വേണ്ടി വരും. അപ്പോൾ എന്നോട് ചോദിച്ചു ഇങ്ങനെ ഒരു മാവ് തരുമോ കളിക്കാൻ ചോദിച്ചു. ഞാൻ കൊടുത്തു. ഇനി അതിനെ കൊണ്ട് എല്ലായിടത്തും പരത്തി അതിന് കണ്ണുമൂക്കും വായുവൊക്കെ വെച്ച് കളിക്കും. ഇതൊക്കെ ഞാനും കളിച്ചിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ്. അയ്യോ മഴ കാരണം ഒരു രക്ഷയില്ല. വോയിസ് ഓവറിൽ വല്ലതും കേൾക്കുന്നുണ്ടോ ആവോ. അപ്പോൾ എന്തായാലും പറയുകയാണ്. കാരണം ഈ മഴ മാറിയിട്ട് ഇനി ഇന്നത്തെ വോയിസ് ഓവർ കൊടുത്തിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് പറ്റുന്നത് പോലെ പറയാം കേട്ടോ. എനിക്ക് പറയുന്നതിന് ബുദ്ധിമുട്ടില്ല, എനിക്ക് കേൾക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിലും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി. ചപ്പാത്തി ഒരു 4 ഉണ്ടാക്കിയിട്ടുള്ളൂ. 2 ശംഭുവിനും 2 എനിക്കും. അപ്പോൾ ആ ഒരു സിമ്പിളായിട്ട് വേഗം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ദാലെല്ലാം കൂട്ടി നമുക്ക് കഴിക്കാം. പിന്നെ ഫുഡ് വാരി കൊടുക്കാനാണ് ശംഭൂട്ടൻ പ്രിഫർ ചെയ്യുന്നത്. 2 കാര്യമാണ്. ഒന്ന്, അവന് നിറച്ച് കിട്ടണമെങ്കിൽ ഞാൻ വാരി കൊടുക്കണം. അതേപോലെ ഈ വാരി കൊടുക്കുന്ന സമയത്താണ് കൂടുതൽ സമയം അവന് ഗെയിം കളിക്കാനും TV കാണാനും ഒക്കെ ഉള്ള പെർമിഷനുള്ളൂ. കാരണം അപ്പം കുറച്ച് നന്നായിട്ട് ഫുഡ് കഴിക്കുമല്ലോ. അപ്പം നമ്മൾ കൊടുത്താൽ മാത്രമല്ല, ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഗെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെമ്മറി ഗെയിം പോലത്തെ ഗെയിം അല്ലെങ്കിൽ അങ്ങനത്തെ കാർട്ടൂണൊക്കെ കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഞാനും ഡിന്നർ കഴിച്ചു. അതിനുശേഷം നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന പച്ചക്കറി അതൊക്കെ എടുത്തു വെക്കണമല്ലോ. ഫുള്ള് നനഞ്ഞ് കുതിർന്നിട്ടുള്ള. ഞാൻ പച്ചക്കറി മേടിക്കുമ്പോൾ പണ്ട് കഴുകിയിട്ടായിരുന്നു ഫ്രിഡ്ജിൽ വെക്കാറ്. പക്ഷേ ഇപ്പം മൊത്തവും നനഞ്ഞ് അവിടെ നിന്ന് തന്നെ വാഷ് ഔട്ട് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാനതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് ബോക്സസൊക്കെ മേടിച്ചു. പിന്നെ ഞാൻ ചുമ്മാ ഒരു ഗസ്റ്റിന് വേണ്ടി ചോദിക്കുന്നതാണ്, ആർക്കെങ്കിലും ഈ ഒരു പച്ചക്കറിയുടെ വില അറിയാമോ? അതായത് ഞാനിപ്പോൾ ഈ മേടിച്ച് വെച്ചേക്കുന്ന പച്ചക്കറിക്ക് എത്ര രൂപയാകും എന്ന് ഏകദേശം ഒരു ധാരണയുണ്ട്. ഇത്രയും ഞാൻ മേടിച്ചിട്ടുള്ളൂ. പച്ചക്കറി ആയിട്ടിനകത്ത് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇത്രയും പച്ചക്കറി എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇത്രയും രൂപയാണ് എനിക്കായിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. നമ്മളതെല്ലാം എടുത്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ചു. പിന്നെ ക്ലീൻ ആക്കാനുള്ളതെല്ലാം ക്ലീനാക്കി. പിന്നെ പതിവ് പോലെ ശംഭൂട്ടൻ്റെ സ്റ്റോറി ടൈം. On her way, Goldie met a grazing goat. Said, Uncle Goat, please tell me. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. നല്ല പെരുമഴയാണ്. ഇനി സുഖമായിട്ട് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുക. ഇതാണ് ഞങ്ങളുടെ ഒരു അജണ്ട. അടുത്ത ദിവസം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, കുറച്ചെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം. അതേപോലെ ലൈക്ക് ചെയ്യണം. പിന്നെ അഭിപ്രായം പറയുന്നതൊരു അത്യാവശ്യമല്ലേ, എന്നല്ലേ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ തന്നെ വരാം കേട്ടോ. താങ്ക് യു. ഹാപ്പി നവരാത്രി.